ജയരാജ് സർ ഇതുവരെ പറഞ്ഞ ആർഗ്യുമെന്റ്സ് അങ്ങ് കേട്ട് കാണും. ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് എരുമേലിയിൽ ഏറ്റവും വ്യക്തമായി നേരിട്ട് നമ്മൾ കണ്ടതാണ് അവിടെ വില ഏകീകരണം. ആർക്ക് വേണ്ടിയിട്ടാണ് വില ഏകീകരണം? ഈ വരുന്ന ഭക്തർക്ക് ന്യായമായ വിലയ്ക്ക് പൂജാദ്രവ്യങ്ങൾ തുടങ്ങി ഭക്ഷണ സാധനങ്ങൾ വരെ വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം ശ്രമിച്ചു. അങ്ങനെ ഒരു ശക്തമായ ആവശ്യം ഉയർന്നു. അത് സമ്മതിച്ചില്ല. ശക്തമായ സമ്മർദ്ദം. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള വ്യാപാരി വ്യവസായി സമൂഹം. അപ്പോൾ ആരാണ് ഭക്തർ? ആരാണ് അയ്യപ്പ ഭക്തന്മാർ? ആരാണ് അവിടേക്ക് ഈ 41 ദിവസം വ്രതവും നോറ്റ് അവിടെ വരുന്നവർ? ആരാണ്? ഇവരുടെ ഇരകളോ? ഇവർക്ക് ലാഭമുണ്ടാക്കാനുള്ള, കൊള്ള ലാഭമുണ്ടാക്കാനുള്ള ഇരകൾ മാത്രമായാണോ ഭക്തരെ കാണുന്നത്? അങ്ങനെയെങ്കിൽ ഒരു സർക്കാരും ഒരു ജില്ലാ ഭരണകൂടവും വിചാരിച്ചാൽ ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാനാവില്ലേ സർ അവിടെ? തീർച്ചയായും ഒരു ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യായമായ രീതിയിൽ വിലയൊക്കെ ഏകീകരിച്ച് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ വേറൊരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജന ടി വി ഒരു പ്രോഗ്രാം ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അതായത് ഈ ഗതയും ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത്രയധികം വില കൂട്ടി വിൽക്കുന്നെന്നും 2 രൂപ 3 രൂപ മാത്രമുള്ള സ്ഥാനത്തിന് 50 രൂപയ്ക്കൊക്കെ വിൽക്കുന്നെന്നും. അതൊരു സിമ്പിൾ എക്കണോമിക്സ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒരു കുപ്പി വെള്ളത്തിന് കിണറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു വിലയും കൊടുക്കണ്ട. അത് എയർപോർട്ടിലാകുമ്പോഴത്തേക്കും അതിൻ്റെ വില 50 രൂപയാവുന്നു. ഫ്ലൈറ്റിനുള്ളിലാകുമ്പോഴത്തേക്കും അതിൻ്റെ വില വ്യത്യാസം വരുന്നു. അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലാകട്ടെ, ടൂറിസ്റ്റ് സ്പോട്ടുകളിലാകട്ടെ, ഇതുപോലെ സാധനങ്ങൾക്ക് ന്യായമായ വിലയിൽ കൂടുതൽ വില അവിടെ ഈടാക്കാറുണ്ട്. കാരണം അത്രയും ദൂരം അവർ കൊണ്ടുവരുന്നതിൻ്റെ കമ്മ്യൂട്ടേഷൻ, അതിൻ്റെ ചാർജസ്, പിന്നെ അവർക്കുണ്ടാകുന്ന ലാഭം, ഇടനിലക്കാർക്കുണ്ടാകുന്ന ലാഭം, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന വിലയ്ക്കൊന്നും നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും ന്യായമായ വില ലഭ്യമാക്കുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. വളരെ കൊച്ചുപ്രായത്തിൽ ഏതാണ്ട് 9ാം ക്ലാസ് വരെ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. 41 ദിവസം വ്രതം എടുത്ത് തന്നെയാണ് ആദ്യത്തെ തവണ പോയത്. 2ാമത്തെ പ്രാവശ്യം അത്രയധികം വ്രതം എടുക്കാനൊന്നും പറ്റിയില്ല. അതിനുശേഷം അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു. കഴുതകളും പിന്നെ ഈ പറഞ്ഞ കണക്കല്ല മനുഷ്യ വിസർജ്യമൊക്കെ നടന്ന കാലുമൊക്കെ മുറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തവണ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടപ്പന്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ അധികം. അത് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജർമ്മൻ നടപ്പന്തലുകളാണ്. ഒരു 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8, 10, 15 ഒക്കെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശബരിമല വികസനത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞത് കണക്കല്ല സാധാരണ ഒരു വികസനം ഉണ്ടാക്കുന്ന കണക്കല്ല ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ശബരിമല. കാരണം അതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. കേന്ദ്രത്തിൻ്റെ ശക്തമായ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ കോടതി അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ്റെ കീഴിൽ 20 ലക്ഷം രൂപ മാത്രമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ ഒരേ സമയത്ത്, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പ്രത്യേക ഓർഡർ മേടിച്ചേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചില പരിമിതികൾ അവിടെയുണ്ട്. ആ പരിമിതികളൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. പിന്നെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. ഭക്തന്മാരുടെ തിരക്കെന്ന് പറയുന്നത് ഓരോ വർഷവും 2 ഇരട്ടി 3 ഇരട്ടിയൊന്നുമല്ല, അതിലധികം ആളുകൾ വന്ന് മറിയുകയാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തവണ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയത്. നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഏർപ്പെടുത്തിയത്. ആ ഓൺലൈൻ ബുക്കിംഗ് സാധാരണക്കാരായുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടതുകൊണ്ട് അത് തന്നെ മാറ്റി ആ തീരുമാനം മാറ്റുകയുണ്ടായി. അപ്പോൾ ഭക്തർക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കൂ. പിന്നെ ഭക്തന്മാരെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഭക്തന്മാരെന്ന് പറയുന്നത്? അല്ലാതെ ഇതിനൊന്നും ഒരു ഓഡിറ്റിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് വരത്തില്ല. നമുക്കറിയാം ഒരുപാട് സ്വകാര്യ അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിലൊക്കെ ട്രസ്റ്റുകളുണ്ട്. ഈ ട്രസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ്, അമ്പലങ്ങൾ മാത്രമല്ല പള്ളികളാണെങ്കിലും ശരി തന്നെ, മോസ്കുകളാണെങ്കിലും ശരി തന്നെ, സ്വകാര്യ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ ലാഭം എടുക്കുന്നതും അവരുടെ ട്രസ്റ്റ് മെമ്പർമാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് എന്താണ് പറയുന്നത്, ഗവൺമെൻറ് ഇടപെടുന്നത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നല്ലത്. കാരണം 1 ഈ സെക്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്, 2 പരിസ്ഥിതിയുടെ ഇഷ്യൂസ് ഉണ്ട്, 3 ഈ പറഞ്ഞത് കണക്കുപോലെ ചൂഷണം ഒഴിവാക്കാനൊക്കെ പറ്റും. പിന്നെ ഈ പരിമിതികളിലുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശബരിമലയിൽ വരുന്നൊരു ഭക്തനെ അറിയാം. ഞാനൊക്കെ ശരണം വിളിക്കുമ്പോൾ വിളിച്ചത് കല്ലും മുള്ളും കാലുക്കും എത്തേന്നാണ്. അപ്പോൾ ഇത്ര ദുരിതങ്ങൾ താണ്ടി വരാമെന്ന് എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ദുരിതത്തിൽപ്പെടുത്തണമെന്നല്ല പറയുന്നത്. മടങ്ങി വരാം. കല്ലും മുള്ളും കാലിക്കും എത്ത എന്ന് പറയുന്നത് വ്രതത്തിന്റെ കൂടി ഭാഗമാണ് സർ.
കല്ലും മുള്ളും കാലിക്കുമെത്ത് എന്ന് ശരണം വിളിക്കുമ്പോൾ അവിടെ വരുന്ന കൊള്ളക്കാർക്ക് കുത്തി മുറിവേൽപ്പിച്ച് ചോര കുടിക്കാമെന്നല്ല ഞാൻ ശരണം വിളിക്കുന്നത്. അങ്ങയിലേക്ക് മടങ്ങി വരാം.